Hi students, welcome back to Learnino. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് സ്റ്റാൻഡേർഡ് ഇൻറ്റഗ്രൽസ്, അതും റിലേറ്റഡ് ടു പോളിനോമിയൽസ് ആൻഡ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെയാണ് ഇൻറ്റഗ്രേഷൻ, അതിൻ്റെ ബേസിക് പ്രോസസ്സ് ഉണ്ടാവും, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല അത് റിലേറ്റഡ് ആയിട്ട് പോളിനോമിയൽസ് ആൻഡ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഇൻറ്റഗ്രൽസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ് us start. Integration. The process of integration. ശരിക്കും പറഞ്ഞാൽ ഡിഫറൻസിയേഷൻ്റെ റിവേഴ്സ് പ്രോസസ് ആണ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്, അല്ലെ? റിവേഴ്സ് പ്രോസസ്, അതായത് ജസ്റ്റ് ആ ഓപ്പറേഷൻ ജസ്റ്റ് റിവേഴ്സ് ആണെന്നാണ് മീൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x², ദെൻ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണ്? 4x ആണ്, അല്ലെ? ഇനി നേരെ തിരിച്ചെടുക്കുക, 4xന്റെ ഇന്റഗ്രൽ ചെയ്ത് നോക്കിയാൽ നമുക്ക് ആക്ച്വലി 2x² തന്നെ കിട്ടും. ഇപ്പൊ ക്ലിയർ ആയല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം, 2x². അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക, നമുക്ക് എന്ത് കിട്ടും? 2x² ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2 × 2x ആണ്, ദാറ്റ് ഈസ് 4x, അല്ലെ? ഇനി ജസ്റ്റ് അപ്പൊ ഇതാണ് ഡിഫറൻസിയേഷൻ നമ്മൾ ചെയ്തപ്പോൾ കിട്ടിയത്. ഇനി നേരെ തിരിച്ചുള്ള പ്രോസസ് ആണ് ഇന്റഗ്രേഷൻ. ഇപ്പൊ 4xന്റെ ഇതേപോലെ ഇന്റഗ്രൽ എടുത്ത് നോക്കുക. അപ്പൊ ഇന്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2x² കിട്ടും. അതെങ്ങനെയാ? 4xന്റെ 4 × x raised to n ന്റെ x raised to n plus 1 by n plus 1. അതെങ്ങനെയാ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പ്രോബ്ലംസും ചെയ്യാം. സോ ഇവിടെ n എന്ന് പറയുന്നത് x raised to 1 ആണ്, അല്ല? അപ്പൊ n എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 4 × x raised to 1 plus 1 by 1 plus 1, അല്ലെ? അപ്പോൾ 4 × x² by 2. 2 ഉം 4 ഉം ക്യാൻസൽ ചെയ്താൽ 2 കിട്ടും. അപ്പോൾ 2x² ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് തിരിച്ച് ഫസ്റ്റ് ആ എഫ് ഓഫ് എക്സ് തന്നെ കിട്ടിയില്ലേ? സോ ഇതാണ് പറഞ്ഞത്, ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും ജസ്റ്റ് റിവേഴ്സ് പ്രോസസ് ആണ്. ഇനി ഇന്റഗ്രൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ഇങ്ങനെയാണ്. ആൻഡ് ആഫ്റ്റർ ഇന്റഗ്രേഷൻ പ്രോസസ് നമ്മൾ നോർമലി സി എന്ന് പറയുന്ന ആർബിട്രറി കോൺസ്റ്റന്റ് നമ്മൾ എപ്പോഴും ആഡ് ചെയ്യാറുണ്ട്. അതായത് ചിലപ്പോൾ ആ കോൺസ്റ്റൻസ് എപ്പോഴും ആ കോൺസ്റ്റന്റ് പ്രസന്റ് ആയിരിക്കണം എന്നില്ല, ബട്ട് അത് ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് സി എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ആഡ് ചെയ്ത് എഴുതും നമ്മൾ. ഓക്കെ, ഇനി ബേസിക്കലി ഇന്റഗ്രേഷൻ 2 ടൈപ്സ് ആണ് പറയാം. ഒന്ന് ഇൻഡെഫിനിറ്റും പിന്നെ ഡെഫിനിറ്റും. ഓക്കെ, ഇതാണ് 2 ടൈപ്സ് വരുന്നത്. അപ്പൊ ഇൻഡെഫിനിറ്റ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ട് ലിമിറ്റ്സ് ഒന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല, ജസ്റ്റ് ഇന്റഗ്രൽ മാത്രം. ഇന്റഗ്രലിനുള്ളിൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്, എഫ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അപ്പൊ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ഇന്റഗ്രേഷൻ പ്രോസസ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷൻ. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ സി എന്ന് പറയുന്ന ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഡെഫിനിറ്റ് ഇന്റഗ്രൽ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയി ഡിസ്കസ് ചെയ്യാം. അവിടെയാണ് നമ്മൾ ലിമിറ്റ്സ് മെൻഷൻ ചെയ്യാം. ഇപ്പൊ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എക്സിന്റെ ലിമിറ്റ്സ് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെയാണ് ഡെഫിനിറ്റ്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് അല്ല, അപ്പൊ ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന 2 ടൈപ്സ്, ഇൻഡെഫിനിറ്റും ഡെഫിനിറ്റും, അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കുക. നെക്സ്റ്റ്, ജനറൽ സൊല്യൂഷൻ ഓഫ് ഇന്റഗ്രൽസ് ഓഫ് ദ ഫോം എ എക്സ് റേസ് ടു എൻ. ഓക്കെ, അപ്പോൾ a × x raised to n എന്ന് പറയുന്ന ഫോമിൽ വരുന്ന ഫംഗ്ഷൻസിന്റെ ഇന്റഗ്രൽ എങ്ങനെ കണ്ടുപിടിക്കുക? ഇന്റഗ്രൽ ഓഫ് a × x raised to n dx. അതിൽ a ആൻഡ് n എന്ന് പറയുന്നത് കോൺസ്റ്റൻസ് ആണ്. ക്ലിയർ ആയോ? ദിസ് ഇസ് ഗിവൺ ബൈ a എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്, അങ്ങനെ തന്നെ എഴുതി, ഇൻടു x raised to n plus 1 by n plus 1. ഈ എക്സിന്റെ പവർ, ഓക്കെ, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ എക്സിന്റെ പവർ എന്താണോ അത് +1 ചെയ്യാം, അതാണ് എക്സിന്റെ പുതിയ പവർ വരിക, ഡിവൈഡഡ് ബൈ ദാറ്റ് പവർ n plus 1. ക്ലിയർ ആയല്ലോ? പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർബിട്രറി കോൺസ്റ്റന്റ് സി ആഡ് ചെയ്ത് വെക്കാം. ഇനി ദിസ് ഇസ് ട്രൂ ഫോർ ഓൾ എക്സെപ്റ്റ് n = -1. അത് ശ്രദ്ധിക്കണം, കാരണം നമുക്ക് ഡിനോമിനേറ്ററിൽ വരുന്ന ടേം എന്താ? n plus 1 ആണ്. സോ ഇവിടെ n എന്ന് പറയുന്നത് -1 ആവാൻ പാടില്ല, കാരണം -1 + 1 0 ആയി പോകും. ഡിനോമിനേറ്റർ നമുക്ക് ഇവിടെ 0 ആയി കഴിഞ്ഞാൽ ഇത് നോട്ട് ഡിഫൈൻഡ് ഫോം, ഇൻഫിനിറ്റ് ഫോം വരും, അല്ലെ? അപ്പൊ അത് കാരണം നമുക്ക് എക്സെപ്റ്റ് n = -1 ആണ് നമ്മൾ ഈ കേസ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്റഗ്രൽ 3x raised to 4 dx. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് 4 ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 3 × x raised to n plus 1, that is 4 plus 1, divided by again n plus 1, അതായത് 4 plus 1. So we get 3/5 x raised to 5, അല്ലേ? എക്സിന്റെ പവർ തന്നെയാണ് ഡിനോമിനേറ്റർ ആയിട്ട് വരിക. 3/5 x raised to 5 plus c. അതേപോലെ ഇന്റഗ്രൽ റൂട്ട് എക്സ് ഡി എക്സ്, സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് റേസ് ടു ഹാഫ് ആണ്, പവർ ഹാഫ് ആണ്. അതുപോലെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് x raised to 1/3 ആണ്.
ക്ലിയർ ആയല്ലോ? അപ്പോൾ 1 ഡിവൈഡഡ് ബൈ ആ പവർ ആണ് വരിക. അപ്പോൾ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു ഹാഫ് ആണ്. അഗെയിൻ നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യുക, എ ഇൻറ്റു എക്സ് റേസ് ടു. ഇപ്പോൾ കോൺസ്റ്റന്റ് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. അപ്പം ഇവിടെ ജസ്റ്റ് ഇൻറ്റഗ്രൽ റൂട്ട് എക്സ് മാത്രമേ തന്നിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ ജനറലി ഡിഫൈൻ ചെയ്യുന്നത് എ ഇൻറ്റു എക്സ് റേസ് ടു എന്നാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് കോൺസ്റ്റൻസ് ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം, എപ്പോഴും ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. സി ഹിയർ, ഇവിടെ ഇപ്പോൾ 3a കോൺസ്റ്റന്റ് ഉണ്ടായിരുന്നു, ബട്ട് ഇവിടെ എ എന്ന് പറയുന്നത് 1 ആണ്. ഇപ്പോൾ കോൺസ്റ്റന്റ് വേറെ സ്പെസിഫിക് ആയിട്ടൊന്നും ഇല്ല. അപ്പോൾ ഇല്ലെങ്കിൽ നമ്മളത് ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല, ഉണ്ടെങ്കിൽ അത് അങ്ങനെ എടുത്തെഴുതാം. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ്, അപ്പോൾ എക്സ് റേസ് ടു n പ്ലസ് 1, ദാറ്റ് ഇസ് ഹാഫ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഹാഫ് പ്ലസ് 1. ഹാഫ് പ്ലസ് 1 3/2 ആണ്. അപ്പോൾ എക്സ് റേസ് ടു 3/2 ബൈ 3/2. ഈ 3/2 ന്യൂമറേറ്ററിൽ റെസിപ്രോക്കൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എക്സ് റേസ് ടു 3/2 ഇൻറ്റു 2/3. സോ 2/3 എക്സ് റേസ് ടു 3/2. ഇനി എക്സ് റേസ് ടു 3/2 എന്ന് പറയുന്നത് എക്സ് റേസ് ടു 3 ഇൻറ്റു 1/2 ആണ്. അതായത് എക്സ് ക്യൂബ് ഹോൾ റേസ് ടു ഹാഫ്. ഈ റേസ് ടു ഹാഫ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ആണ്. സോ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ക്യൂബ് എന്ന് ഇതിനെ എഴുതിക്കൂടെ? റൂട്ട് ഓഫ് എക്സ് ക്യൂബ് എന്ന് എഴുതാം. നിങ്ങൾ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, എക്സ് റേസ് ടു 3/2 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ബട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൽ ഇതുപോലെയൊക്കെ ടൈപ്പ് വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണം, റൂട്ട് ഓഫ് എക്സ് ക്യൂബ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് റേസ് ടു ഹാഫ് ആണ്. ദാറ്റ് ഇസ് എക്സ് റേസ് ടു, ഈ പവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. എ റേസ് ടു എം റേസ് ടു എൻ എന്താ? എ റേസ് ടു എം ഇൻറ്റു എൻ. സോ എക്സ് റേസ് ടു 3/2. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ 2/3 റൂട്ട് എക്സ് ക്യൂബ് പ്ലസ് സി എന്നാണ് കിട്ടുക. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രൽസ് ആണ്. ഇതിൽ പോളിനോമിയൽസ് ആൻഡ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോമൺ ആയിട്ട് ചോദിക്കാവുന്ന ഇൻ്റഗ്രലിൻ്റെ ഫോർമുലയാണ്. ക്ലിയർ ആയി, നീറ്റ് ആൻഡ് ക്ലിയർ ആയി പഠിച്ചു വെക്കുക. ഇൻ്റഗ്രൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എ ഇൻറ്റു എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറയുന്നത് എ ഇൻറ്റു എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് സി. ഇൻ്റഗ്രൽ കോസ് ഓഫ് എ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് 1 ബൈ എ ഇൻറ്റു സൈൻ എ എക്സ് ബൈ സി പ്ലസ് സി. ഇത് ശ്രദ്ധിക്കേണ്ടത് കോസിൻ്റെ ഇൻ്റഗ്രൽ പ്ലസ് സൈൻ ആണ്. അത് മാത്രമല്ല ആംഗിൾ എന്താണോ അത് അങ്ങനെ തന്നെ എഴുതുക. ദെൻ ജസ്റ്റ് എക്സ് മാത്രമാണെങ്കിൽ സൈൻ എക്സ് എന്ന് എഴുതിയാൽ മതി. പക്ഷെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതേ കോയിഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ മറക്കരുത്. അതായത് അത് മീൻ ചെയ്യുന്നത് നമ്മളിപ്പോൾ കോസിൻ്റെ സൈൻ എ എക്സ് ആണ് എഴുതുന്നത് അല്ലേ, ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് ദിസ് ആംഗിൾ. അതായത് എ എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ത് വരും? എ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. സോ എ തന്നെയാണ് വരിക. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഇൻ്റഗ്രൽസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഏതെങ്കിലും ടേംസ് എക്സ് അല്ലാതെ വേറെ ഏതെങ്കിലും കോയിഫിഷ്യൻസ് അതിൻ്റെ ഒപ്പം വന്നാൽ, ഇപ്പോൾ സപ്പോസ് എക്സ് സ്ക്വയർ അങ്ങനെ ടേംസ് എക്സ് അല്ലാതെ വേറെ ഏത് ടേം വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് ഡിവൈഡ് ചെയ്യാൻ മറന്നു പോരുത് ഇൻ്റഗ്രേഷനിൽ. നെക്സ്റ്റ് ഇൻ്റഗ്രൽ സൈൻ എ എക്സ് ഡി എക്സ്. ഇപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് സൈൻ ഡെറിവേറ്റീവിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കാം. സൈനിൻ്റെ ഡെറിവേറ്റീവ് ആണ് കോസ്. ഓക്കെ, പക്ഷേ ഇൻ്റഗ്രൽ ഓഫ് സൈൻ ഇസ് മൈനസ് കോസ്. അത് ഓർത്ത് വയ്ക്കുക, ജസ്റ്റ് ഓപ്പോസിറ്റ് പഠിച്ചു വയ്ക്കുക. അതേപോലെ സൈനിൻ ജസ്റ്റ് ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി. സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് ആണെങ്കിൽ ഇതേപോലെ ഇൻ്റഗ്രൽ ഓഫ് സൈൻ മൈനസ് കോസ്. അതേപോലെ കോസും സൈനും ഇങ്ങനെ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇൻ്റഗ്രൽ സൈൻ എ എക്സ് ഡി എക്സ് എന്താ? മൈനസ് കോസ് എ എക്സ് ആണ് ഡിവൈഡഡ് ബൈ എ പ്ലസ് സി. നെക്സ്റ്റ് വൺ ഇൻ്റഗ്രൽ സീക് സ്ക്വയർ എ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് 1 ബൈ എ ടാൻ എ എക്സ് പ്ലസ് സി. ഓക്കെ, സീക് സ്ക്വയർ എക്സിൻ്റെ ടാൻ എക്സ് ആണ്, പക്ഷെ ഇവിടെ എ എക്സ് വന്നുകൊണ്ട് ടാൻ എ എക്സ് ബൈ എ. നെക്സ്റ്റ് ഇൻ്റഗ്രൽ കൊസീക് സ്ക്വയർ എ എക്സ് ഡി എക്സ് എന്തായിരിക്കും? കോട്ട് എ എക്സ് ആണ്. കോട്ട് എക്സ് ആണ്, പക്ഷെ ഇവിടെ എ എക്സ് വന്നുകൊണ്ട് കോട്ട് എ എക്സ് ഡിവൈഡഡ് ബൈ എ. അത് മൈനസ് വരും, അത് ശ്രദ്ധിക്കണം. ഇൻ്റഗ്രൽ കൊസീക് സ്ക്വയർ എ എക്സ് എന്ന് പറയുന്നത് മൈനസ് 1 ബൈ എ കോട്ട് എ എക്സ് പ്ലസ് സി. നെക്സ്റ്റ് ഇൻ്റഗ്രൽ കൊസീക് എ എക്സ് ഇൻറ്റു കോട്ട് എ എക്സ് ഡി എക്സ് മൈനസ് 1 ബൈ എ കൊസീക് എ എക്സ് പ്ലസ് സി. ഇൻ്റഗ്രൽ സീക് എ എക്സ് ടാൻ എ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് പ്ലസ് 1 ബൈ എ സീക് എ എക്സ് പ്ലസ് സി. നെക്സ്റ്റ് വൺ ഇൻ്റഗ്രൽ ഇ റേസ് ടു എ എക്സ് ഡി എക്സ്. അപ്പോൾ ഇ റേസ് ടു എക്സിൻ്റെ അത് തന്നെ വരും, ഡിവൈഡഡ് ബൈ ആ പവറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ 1 ബൈ എ അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇ റേസ് ടു എ എക്സ് ബൈ എ പ്ലസ് സി. നെക്സ്റ്റ് വൺ ഇൻ്റഗ്രൽ 1 ബൈ എക്സ് ഡി എക്സ്. ഇതെല്ലാം കോമൺ ആയി ചോദിക്കുന്ന ഫോർമുലയാണ്, അതായത് നമുക്ക് പ്രോബ്ലംസിൽ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് ഇൻ്റഗ്രൽ 1 ബൈ എക്സ് ഡി എക്സ് തന്നെയാണെങ്കിൽ ln x, ഓക്കെ, നാച്ചുറൽ ലോഗ് ഓഫ് എക്സ് പ്ലസ് സി. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം.
ഇന്റഗ്രൽ 5x² dx. അപ്പോൾ ഇവിടെ a into x raised to n ഫോം അല്ലേ? ഇന്റഗ്രൽ a into x raised to n ഫോം ആണ്. സോ നമ്മൾ a into x raised to n plus 1 by n plus 1 plus c. ഓക്കെ, ഇത് x ആണ്. അപ്പോൾ അതനുസരിച്ച് ചെയ്യാം. a into ഇപ്പോൾ ഇവിടെ 5 ആണ് a സപ്പോസ് ഒന്നുമില്ലെങ്കിൽ 1, അപ്പോൾ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. x raised to n plus 1, n എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. ഓക്കെ, അപ്പോൾ x raised to 2 plus 1 by 2 plus 1. സോ 5 into x cube by 3 plus c എഴുതാൻ മറക്കരുത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇന്റഗ്രൽ 2t cube dt. അതിപ്പോൾ വേരിയബിൾ ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇവിടെ ഇപ്പോൾ x ചോദിച്ചു, ഹിയർ ഇൻ ടേംസ് ഓഫ് t, ചിലപ്പോൾ തീറ്റയുടെ ടേംസ് ചോദിക്കാം. അപ്പോൾ ഏതാണോ വിത്ത് റെസ്പെക്ട് ടു ഏത് വേരിയബിളാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ ആ വേരിയബിളിനനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇന്റഗ്രൽ 2t cube dt എന്ന് പറയുന്നത് 2 അങ്ങനെ തന്നെ എഴുതാം. t raised to n plus 1, 3 plus 1 divided by 3 plus 1. 2 into t raised to 4 by 4. 4ഉം 2ഉം ക്യാൻസൽ ചെയ്ത് 2 വരും. പ്ലസ് സിയും കൂടി കൺസിഡർ ചെയ്തോളൂ കേട്ടോ. പ്ലസ് സി എന്നും കൂടി എഴുതാം. t raised to 4 by 2 plus c. നെക്സ്റ്റ് ഇന്റഗ്രൽ 4 plus 3 by 7 x minus 6x square whole dx. ഇപ്പോൾ പോളിനോമിയൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതുപോലത്തെ എക്സ്പ്രഷൻസ് ആണ് ഇൻ ടേംസ് ഓഫ് എക്സ്. എക്സിന്റെ ഡിഫറെൻറ്റ് പവേഴ്സിലുള്ള ടേംസ് ഉള്ള എക്സ്പ്രഷൻ ആണ് തന്നിട്ടുണ്ടാവുക. അപ്പോൾ അതാണ് പോളിനോമിയൽസ് എന്ന് പറയുന്നത്. സോ ഇതുപോലെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഓരോ ടേംസിനും സെപ്പറേറ്റ് നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. മനസ്സിലായോ? ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാം. ഇന്റഗ്രൽ 4 into dx. ഓക്കെ, ടേംസ് സ്പ്ലിറ്റ് ചെയ്യാം. നെക്സ്റ്റ് എന്താ വരിക, പ്ലസ് ഇന്റഗ്രൽ 3 by 7x dx, ദെൻ മൈനസ് ഇന്റഗ്രൽ 6x square dx. ഇവിടെ മൈനസ് വന്നതുകൊണ്ട് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇന്റഗ്രൽ 4 dx എന്ത് വരും, 4 കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് ചെയ്താൽ അപ്പോൾ 4 ഇന്റഗ്രൽ dx ആയിരിക്കും. ഇന്റഗ്രൽ ഓഫ് dx എന്താ, x തന്നെയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ത് വരും, ആ ഫംഗ്ഷൻ തന്നെ വരും. മനസ്സിലായല്ലോ? കാരണം ഇത് രണ്ടും റിവേഴ്സ് പ്രോസസ് ആണ്, ഇന്റഗ്രലും ഡെറിവേറ്റീവും. അപ്പോൾ അത് നള്ളിഫൈ ചെയ്യുന്ന പോലെ ക്യാൻസൽ ആയി പോയി. അപ്പോൾ നമുക്ക് എക്സ് തന്നെ കിട്ടും, ആ ആക്ച്വൽ ഫംഗ്ഷൻ തന്നെ കിട്ടും. സോ ഇന്റഗ്രൽ 4 dx നമുക്ക് മനസ്സിലായി, 4 ഇന്റഗ്രൽ dx ആണ്, ദാറ്റ് ഇസ് 4 into x. നെക്സ്റ്റ് ഇന്റഗ്രൽ 3 by 7 ദെൻ x dx ആണ്. ഇവിടെ x dx ഉണ്ട്. ഓക്കെ, അപ്പോൾ 3 by 7 ഔട്ട്സൈഡ് എടുക്കാം. മനസ്സിലായല്ലോ? 3 by 7 ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇന്റഗ്രൽ x dx ആണ്. മൈനസ് ഇതുപോലെ 6 ഔട്ട്സൈഡ് എടുക്കുക. കോൺസ്റ്റൻസ് എപ്പോഴും ഇന്റഗ്രലിന്റെ ഔട്ട്സൈഡ് എടുക്കാം, കാരണം നമുക്ക് അത് വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ മൈനസ് 6 ഇന്റഗ്രൽ x square dx. ഇനി എക്സിന്റെ ഇന്റഗ്രൽ നമുക്കറിയാം x raised to 1 plus 1 by 1 plus 1 x square by 2. അതുപോലെ x raised to 2 plus 1 by 2 plus 1 x cube by 3. സോ ഫൈനലി നമുക്ക് കിട്ടുന്നത് 4x plus 7 into 2. എന്തെങ്കിലും ടേംസ് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ക്യാൻസൽ ചെയ്ത് ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിൽ ഫൈനൽ സൊല്യൂഷൻ എഴുതാം. അപ്പോൾ 3 by 7 into 2 14, ക്യാൻസൽ ചെയ്യാനില്ല, ഗ്രൂപ്പ് ചെയ്യാനേ ഉള്ളൂ, ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് ഇവിടെ 3ഉം 6ഉം ക്യാൻസൽ ചെയ്താൽ 2 കിട്ടും. സോ മൈനസ് 2x cube പ്ലസ് c. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ 2x cube minus 3x by 4x into dx. സോ ഇന്റഗ്രൽ ഓഫ് ഇതേപോലെ എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യുക, ഡിനോമിനേറ്റർ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക ഓരോ ടേംസിനും. അപ്പോൾ ഫസ്റ്റ് എന്ത് വരും, ഇന്റഗ്രൽ 2x cube by 4x dx മൈനസ് ഇന്റഗ്രൽ 3x by 4x dx. ഇനി എന്തെങ്കിലും ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ക്യാൻസൽ ചെയ്യാം. സോ ഇവിടെ 2ഉം 4ഉം ക്യാൻസൽ ചെയ്ത് 2 ആവും, ആ 1/2 ഔട്ട്സൈഡ് ചെയ്ത്. ഓക്കെ, ദെൻ ഇന്റഗ്രൽ ഈ എക്സും എക്സ് ക്യൂബും ക്യാൻസൽ ആയി എക്സ് സ്ക്വയർ വരും. സോ ഇന്റഗ്രൽ x square dx കിട്ടി. മൈനസ് 3/4 ഔട്ട്സൈഡ് എഴുതുക, എക്സും എക്സും ക്യാൻസൽ ചെയ്തു, അപ്പോൾ ഇന്റഗ്രൽ dx വരും. ഇത് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു x ആണെന്ന്. ഓക്കെ, അപ്പോൾ 3/4 x plus c കിട്ടി. ഇവിടെ എന്ത് വരും, ഇന്റഗ്രൽ x square x raised to 3/3. സോ ഇനി ക്യാൻസൽ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ, ഇല്ല. 1/2 into 3 6 ആണ്. അപ്പോൾ x cube by 6 മൈനസ് 3/4 into x plus c. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ 1 minus t square into dt. ഓക്കെ, എഗൈൻ ഇത് എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യാം. 1 into dt പിന്നെ മൈനസ് t square into dt. ഇന്റഗ്രൽ dt, അതായത് 1 into dt പറഞ്ഞാൽ dt തന്നെയാണ്. അപ്പോൾ ഇന്റഗ്രൽ dt ഫസ്റ്റ് ആവും, മൈനസ് ഇന്റഗ്രൽ t square dt. ഇനി ഇന്റഗ്രൽ ഓഫ് dt എന്ന് പറയുന്നത് t ആണ്, മൈനസ് ഇന്റഗ്രൽ ഓഫ് t square എന്താ, t cube by 3 പ്ലസ് c. നെക്സ്റ്റ് വൺ ഇന്റഗ്രൽ ഓഫ് മൈനസ് 5 divided by 9 into ഇതുപോലെ 4th root of t cube ആണ്. അപ്പോൾ ഇത് എഴുതുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം,
ഇങ്ങനെ തരുമ്പോൾ ടി ക്യൂബ് റേസ് ടു 1/4 ആണ് അല്ലേ. ഇനി പവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ 3/4 കിട്ടും. സോ ടി റേസ് ടു 3/4 ആണ് തന്നിരിക്കുന്നത്. ഈ പവർ കിട്ടിയാൽ നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതും അത് ഡിനോമിനേറ്ററിലാണ്. സോ ന്യൂമറേറ്ററിലേക്ക് എടുത്തെഴുതുമ്പോൾ പവർ നെഗറ്റീവ് ആവും. സോ ടി റേസ് ടു -3/4 ആണ് ന്യൂമറേറ്ററിൽ വരിക. ക്ലിയർ ആയല്ലോ? So t raised to -3/4. Okay. Then dt. ഇവിടെ 5/9 -5/9 outside എഴുതി ആദ്യമേ തന്നെ. So -5/9 integral t raised to -3/4/dt. ഇനി ഇതുപോലെ പവർ എന്ന് പറയുന്നത് -3/4 ആണ്. So t raised to -3/4 plus 1 / -3/4 plus 1. Okay. Plus c വരും. Then -5/9 അത് ഓൾറെഡി ഔട്ട്സൈഡ് ഉണ്ടായിരുന്നതാണ്. t raised to -3/4 plus 1 1/4 ആണ്. സോ ടി റേസ് ടു 1/4/1/4. അപ്പോൾ ഇത് റെസിപ്രോക്കലായി മൾട്ടിപ്ലൈ ചെയ്താൽ 4 മുകളിൽ വരും. 4/1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ -5/9 ഇൻറ്റു 4/1 ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല. സോ -20/9 ഇൻറ്റു ടി റേസ് ടു 1/4. ടി റേസ് ടു 1/4 എന്ന് പറയുമ്പോൾ ഇതുപോലെ 4th root of t അല്ലേ. അപ്പോൾ ഇതിങ്ങനെ എഴുതാം പ്ലസ് സി. നെക്സ്റ്റ് ഇൻറ്റഗ്രൽ 4 cos 3x dx അല്ലെ. രണ്ട് സ്റ്റെപ്സിൽ തന്നെ കിട്ടും. പക്ഷേ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ എങ്ങനെയാണ് ഇന്റഗ്രേഷൻ പെർഫോം ചെയ്യണമെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ 4 cos 3x dx ആണ്. സോ ടേക്ക് 4 ഔട്ട്സൈഡ്. എന്നിട്ട് ഇന്റഗ്രൽ cos 3x dx ആണ്. അപ്പോൾ നമുക്കറിയാം cos axന്റെ sin ax by a ആണ്. അപ്പോൾ ഇവിടെ by a പറയുമ്പോൾ 1/3. 4 ഓൾറെഡി ഉണ്ട് ഇൻറ്റു 1/3 ഇൻറ്റു sin ax അതായത് sin 3x വരും അല്ലേ. പ്ലസ് സി. അപ്പോൾ 4/3 sin 3x പ്ലസ് സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ 5 sin 2 തീറ്റ ഡി തീറ്റ. അപ്പോൾ ഇതേപോലെ 5 ഔട്ട്സൈഡ് എടുക്കാം. ഇനി sin 2 തീറ്റ ഞാൻ പറഞ്ഞില്ലേ ഏത് വേരിയബിൾ വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് വേരിയബിൾ ആയിരിക്കണം അവിടെ തന്നിട്ടുണ്ടാവും ഇന്റഗ്രേഷൻ. മനസ്സിലായോ? സോ 5 ഔട്ട്സൈഡ് എഴുതി. ഇനി ഇന്റഗ്രൽ ഓഫ് സൈൻ ആണ്. സോ മൈനസ് cos a x by a ആണ്. അപ്പോൾ ഇവിടെ എക്സിന് പകരം തീറ്റയാണ്. സോ മൈനസ് cos 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 മൈനസ് വന്നു അല്ലേ. ഇപ്പോൾ -1/a cos -1/a cos ax ഇതാണ് ഇന്റഗ്രൽ sin ax dxന്റെ വരിക അല്ലെ. ഇവിടെ ഇപ്പോൾ എക്സിന് പകരം എന്താണ് തീറ്റയാണ്. സോ -1/a a എന്ന് പറയുന്നത് 2 ആണ്. -1/2 cos 2 തീറ്റ പ്ലസ് സി. ഇത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല. -5/2 cos 2 തീറ്റ പ്ലസ് സി. നെക്സ്റ്റ് വൺ ഇന്റഗ്രൽ 1/t plus 2t whole square dt. ഓക്കെ. അപ്പോൾ ഇത് എന്ത് ചെയ്യണം? നമുക്ക് നോർമലി a plus b whole square എക്സ്പാൻഷൻ ചെയ്യാറില്ലേ അതേപോലെ തന്നെ ചെയ്യാം. കാരണം അത് കഴിഞ്ഞിട്ടേ നമുക്ക് ഇന്റഗ്രലിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. സോ 1/t plus 2t whole square എന്ന് പറയുന്നത് ആ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഫസ്റ്റ് ടേം 1/t whole square. അപ്പോൾ 1/t square plus 2 into 1/t into 2t. 2 into 1/t into 2t. അപ്പോൾ t ക്യാൻസൽ ചെയ്തു 4 ആണ് വരിക അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ടേം 4 പ്ലസ് ലാസ്റ്റ് വൺ 2t ഹോൾ സ്ക്വയർ അതായത് 4t സ്ക്വയർ. ക്ലിയർ ആയല്ലോ? ഇനി ഓരോ ടേംസും സെപ്പറേറ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്റഗ്രൽ 1/t സ്ക്വയർ എങ്ങനെ എഴുതാം? ആ ടി സ്ക്വയർ ന്യൂമറേറ്ററിലേക്ക് എഴുതാം. അപ്പോൾ t raised to -2 വരും അല്ലേ. ഇന്റഗ്രൽ t raised to -2 dt പ്ലസ് 4 ഔട്ട്സൈഡ് എഴുതുക. 4 നമുക്ക് കോൺസ്റ്റന്റ് അല്ല. അപ്പോൾ അത് ഔട്ട്സൈഡ് എടുക്കാം. സോ ഇന്റഗ്രൽ 4 dt എന്ന് പറയുമ്പോൾ 4 ഔട്ട്സൈഡ് എഴുതിയിട്ട് ഇന്റഗ്രൽ dt പ്ലസ് ലാസ്റ്റ് വൺ 4 ഔട്ട്സൈഡ് എടുത്തിട്ട് ഇന്റഗ്രൽ t സ്ക്വയർ dt. ഇനി ഓരോ ടേംസ് ഇതേപോലെ t raised to -2 plus 1 by -2 plus 1 അതായത് t raised to -1 by -1 പ്ലസ് ഇന്റഗ്രൽ dt t ആണ്. അപ്പോൾ 4 into t പ്ലസ് t സ്ക്വയറിന്റെ ഇന്റഗ്രൽ t ക്യൂബ് by 3 പ്ലസ് c. ഓക്കെ. ഇനി ഇത് -1/t എന്ന് എഴുതാം നെക്സ്റ്റ് സ്റ്റെപ്പിൽ. പ്ലസ് 4t പ്ലസ് 4t ക്യൂബ് by 3 പ്ലസ് c. Next question, integral of 2 plus 3x whole square by root x dx. Okay, again ഈ ഒരു എക്സ്പാൻഷൻ ചെയ്യാം ന്യൂമറേറ്ററിൽ a plus b whole square form. So 2 square അല്ലേ അതായത് 4 plus 2 into 2 into 3x 2ab അതായത് 2 into 2 into 3x എന്താ 12 4 into 3 12 12x plus 3x whole square അതായത് 9x square divided by root x.
ഇനി ഡിനോമിനേറ്റർ സ്പ്ലിറ്റ് ചെയ്യാം ഓരോ ടേംസിന്. അപ്പോൾ ഇൻറ്റഗ്രൽ ഇൻറ്റഗ്രേറ്റിലും ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇൻറ്റഗ്രൽ 4 ഡിവൈഡ് ബൈ റൂട്ട് എക്സ് ഡി എക്സ് പ്ലസ് 12x ബൈ റൂട്ട് എക്സ് ആണ് അടുത്ത ടേം അല്ലെ. 12x ബൈ റൂട്ട് എക്സ് ഡി എക്സ്. അതിൽ വേണമെങ്കിൽ കോൺസ്റ്റന്റ് ഇപ്പോഴേ എഴുതാം, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതിയാലും മതി. ഓക്കെ, ഓരോന്നിനും. ദെൻ 9x² ബൈ റൂട്ട് എക്സ് ഡി എക്സ് ആണ് അടുത്ത ടേം. ഇനി ഓരോന്നും സെപ്പറേറ്റ് ആയി ഇൻറ്റഗ്രേറ്റ് ചെയ്യും. So 4 by root x dx plus 12 into integral x by root x dx plus 9 integral x square by root x dx. ഇനി എക്സിന്റെ പവേഴ്സ് ഇതേപോലെ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സ് റേസ് ടു ഹാഫ് ആണ് റൂട്ട് എക്സ്, അത് ന്യൂമറേറ്ററിൽ എഴുതിയ എക്സ് റേസ് ടു മൈനസ് ഹാഫ് ആയി. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരും? എക്സ് റേസ് ടു മൈനസ് ഹാഫ് പ്ലസ് 1 ബൈ മൈനസ് ഹാഫ് പ്ലസ് 1. മൈനസ് ഹാഫ് പ്ലസ് 1 പ്ലസ് ഹാഫ് ആണ്. സോ എക്സ് റേസ് ടു ഹാഫ് ബൈ ഹാഫ്. അതായത് ഈ ഹാഫ് റെസിപ്രോക്കലായി മൾട്ടിപ്ലൈ ചെയ്ത 2x റേസ് ടു ഹാഫ്, അതായത് 2 റൂട്ട് എക്സ് വരും അല്ലെ. ഇനി ഓൾറെഡി ഇവിടെ 4 ഉണ്ട്, അപ്പോൾ 4 ഇൻറ്റു 2 റൂട്ട് എക്സ് എന്ത് വരും? 8 റൂട്ട് എക്സ് വരും. അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടിയല്ലോ. ഇതുപോലെ ബാക്കി ടേംസും കണ്ടുപിടിക്കാം. അപ്പോൾ 8 റൂട്ട് എക്സ് ഫസ്റ്റ് ടേം കിട്ടി. നെക്സ്റ്റ് ഇതുപോലെ 12 ഇൻറ്റു എക്സ് ബൈ റൂട്ട് എക്സ് നമുക്ക് ആദ്യം സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, എക്സ് ബൈ റൂട്ട് എക്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എക്സിനെ റൂട്ട് എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതി കൂടെ അല്ലേ. റൂട്ട് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എക്സ് ആണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ഈ ഒരു റൂട്ട് എക്സും ക്യാൻസൽ ചെയ്താൽ റൂട്ട് എക്സ് കിട്ടും. അല്ലെങ്കിൽ ഇതേപോലെ എക്സ് റേസ് ടു 1 ആണ് എക്സ് അല്ലേ, ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് എക്സ് റേസ് ടു ഹാഫ് ആണ്. ഇനി എക്സ് റേസ് ടു എ ബൈ എക്സ് റേസ് ടു ബി എന്താ? എക്സ് റേസ് ടു എ മൈനസ് ബി. അപ്പോൾ എക്സ് റേസ് ടു 1 മൈനസ് ഹാഫ്. ക്ലിയർ ആയല്ലോ? അതായത് എക്സ് റേസ് ടു ഹാഫ് ദാറ്റ് ഇസ് റൂട്ട് എക്സ് വരും. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാം. സോ നമുക്ക് എക്സ് ബൈ റൂട്ട് എക്സ് വന്നത് റൂട്ട് എക്സ് കിട്ടും. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് റൂട്ട് എക്സ് ആയിട്ട് കിട്ടും. ക്ലിയർ ആയല്ലോ? ഇത് ഇന്റഗ്രലിന്റെ ഉള്ളിലാണ് കേട്ടോ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ എക്സ് റേസ് ടു ഹാഫ് പ്ലസ് 1 ബൈ ഹാഫ് പ്ലസ് 1, അതായത് 3/2. നെക്സ്റ്റ് വൺ എക്സ് റേസ് ടു 3/2ന്റെ ഇതേപോലെ വരും. എക്സ് സ്ക്വയർ ബൈ റൂട്ട് എക്സ് എങ്ങനെ വരും? എക്സ് സ്ക്വയർ ബൈ റൂട്ട് എക്സ്, അതായത് എക്സ് സ്ക്വയർ ബൈ എക്സ് റേസ് ടു ഹാഫ്, ദാറ്റ് ഈസ് എക്സ് റേസ് ടു 2 മൈനസ് ഹാഫ് വരും. അപ്പോൾ 2 മൈനസ് ഹാഫ് എന്ന് പറയുന്നത് 2 × 2 4 മൈനസ് 1/2 LCM എടുക്കാം. സോ 3/2. മനസ്സിലായല്ലോ? അങ്ങനെയാണ് ഈ എക്സ് റേസ് ടു 3/2 കിട്ടിയത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. എക്സ് റേസ് ടു 3/2 പ്ലസ് 1/3/2 പ്ലസ് 1. ക്ലിയർ ആയല്ലോ? അങ്ങനെ ഓരോ ടേംസും സെപ്പറേറ്റ് ചെയ്യുക. കോൺസ്റ്റൻസ് എടുത്ത് എഴുതാൻ മറക്കരുത്. അപ്പോൾ ഇവിടെ 12 ഉണ്ട്, 3/2 ഉണ്ട്. അപ്പോൾ ഈ 3/2 ന്യൂമറേറ്ററിൽ റെസിപ്രോക്കൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെ 12 ഉണ്ട്, 3/2 ഉണ്ട്. സോ 12/3/2 പറഞ്ഞാൽ 12 ഇൻറ്റു 2/3 അല്ലേ. അപ്പോൾ 3ഉം 4ഉം മീൻസ് ക്യാൻസൽ ചെയ്തു. 3 ക്യാൻസൽ ചെയ്തു, 4 കിട്ടി. 4 × 2 8. അപ്പോൾ 8 ഇൻറ്റു എക്സ് റേസ് ടു 3/2 കിട്ടി. നെക്സ്റ്റ് ടേം ദാറ്റ് ഈസ് എക്സ് റേസ് ടു 3/2. ഞാൻ നേരത്തെ പറഞ്ഞു എക്സ് റേസ് ടു 3 റേസ് ടു ഹാഫ് ആണ് അല്ലേ, അതായത് റൂട്ട് ഓഫ് എക്സ് ക്യൂബ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെ എഴുതാം, 8 റൂട്ട് എക്സ് ക്യൂബ്. അങ്ങനെ സെക്കൻഡ് ടേം കിട്ടി. തേർഡ് ടേം ഇതേപോലെ 9 ഇൻറ്റു 2/5 വരും. റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ 18/5 വരും. എക്സ് റേസ് ടു 5/2. എഗെയിൻ എക്സ് റേസ് ടു 5/2 എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് എക്സ് റേസ് ടു 5 പ്ലസ് സി. അങ്ങനെ ഓരോ ടേംസും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ 4/3 sec 4t tan 4t dt. ഇവിടെ ചെറിയൊരു റീഅറേഞ്ച്മെന്റ് ചെയ്യാം. അതായത് 1/3 മാത്രം ഔട്ട്സൈഡ് ചെയ്താൽ ഓക്കെ. 4/3 എടുക്കണ്ട, 1/3 മാത്രം. ബാക്കി ടേംസ് ഇന്റഗ്രലിന്റെ ഉള്ളിൽ തന്നെ എഴുതാം. 4 sec 4t tan 4t dt. ഇത് ശ്രദ്ധിച്ചാൽ അറിയാം, sec 4tയുടെ ഡെറിവേറ്റീവ് ആണ് 4 sec 4t tan 4t. മനസ്സിലായോ? sec 4tയുടെ ഡെറിവേറ്റീവ് ആണ് 4 sec 4t tan 4t. ഓക്കെ, അത് നോക്കിയാൽ അറിയാം. കാരണം നമുക്ക് sec xന്റെ ഡെറിവേറ്റീവ് എന്താ? sec x tan x ആണ്. പക്ഷെ എക്സിന് പകരം 4t ആയതുകൊണ്ട് ആ 4tയുടെ ഡെറിവേറ്റീവ് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. ഓക്കെ,
അത് ഡെറിവേറ്റീവിലാണ് ഞാൻ പറയുന്നത്. ഇൻറ്റഗ്രലിലാണെങ്കിൽ ഡിവൈഡഡ് ബൈ 4 ചെയ്യണം. ഡെറിവേറ്റീവ് ആയതുകൊണ്ടാണ് ഇൻറ്റു. ഇനി എന്തിനാണ് ഈ റീഅറേഞ്ച്മെന്റ് ചെയ്തേ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു ടേം ഓക്കെ, ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ആണ്, ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി ടി ഓഫ് sec4t ആണ് ഓൾറെഡി ഇൻസൈഡ് തന്നിരിക്കുന്നത്. ക്ലിയർ ആയോ? സോ ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും, ഓപ്പോസിറ്റ് ഓപ്പറേഷൻസ് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒറിജിനൽ ഫംഗ്ഷൻ തന്നെ കിട്ടും. ശരിയാണോ? അതാണ് sec4t തന്നെ കിട്ടും. പക്ഷെ ഓൾറെഡി 1/3 ഔട്ട്സൈഡ് എഴുതിയിട്ടുണ്ട്, അത് എടുത്ത് എഴുതാൻ മറക്കരുത്. സോ 1/3 ഇൻറ്റു sec4t പ്ലസ് c. ക്ലിയർ ആയല്ലോ? ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞുതരാം. നമുക്ക് ഇന്റഗ്രലിന്റെ ഉള്ളിൽ ഓൾറെഡി ഡെറിവേറ്റീവ് ഓഫ് അനദർ ടേം ആണെങ്കിൽ നമുക്ക് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് ടേം എന്താ കിട്ടുക, ആ ടേം തന്നെ എഴുതാം. അതിന് വേണ്ടിയിട്ടാണ് ഈ റീഅറേഞ്ച്മെന്റ് ചെയ്തത്. 4 ഇൻറ്റു sec4t tan 4t dt അങ്ങനെ തന്നെ എഴുതാം. 1/3 ഔട്ട്സൈഡ് എഴുതി. ഇനി നമുക്കറിയാം sec xന്റെ sec x tan x ആണ്, പക്ഷെ എക്സിന് പകരം 40 ആയതുകൊണ്ട് sec4t tan 4t ഇൻറ്റു 4 അതാണ് sec4tയുടെ ഡെറിവേറ്റീവ് വരും. അപ്പോൾ നമുക്ക് ഈ എൻറ്റയർ ടേമിന് എന്തായിട്ട് എഴുതാൻ പറ്റും? ഇന്റഗ്രൽ ഓഫ് ഡി ബൈ ഡി ടി ഓഫ് sec4t അല്ലേ, ഈ ഇത്രയും ടേം എന്ന് പറയുന്നത് ഡി ബൈ ഡി ടി ഓഫ് sec4t അല്ലേ. അപ്പോൾ ഇന്റഗ്രൽ ഓഫ് ഡി ബൈ ഡി ടി ഓഫ് ഈ ടേം എന്ന് പറയുന്നത് എന്താവും? ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും, ഓപ്പോസിറ്റ് ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് sec4t തന്നെ കിട്ടും. ഓൾറെഡി 1/3 ഔട്ട്സൈഡ് ഉള്ളത് കൊണ്ട് അത് എടുത്ത് എഴുതാൻ മറക്കരുത്. 1/3 sec4t പ്ലസ് c. സോ അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഈ ഒരു ഫോം, അതായത് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് അനദർ ഫംഗ്ഷൻ, അങ്ങനെയാണ് ഇൻസൈഡ് ഓഫ് ദാറ്റ് ഇന്റഗ്രൽ ടേംസ് തന്നിരിക്കുന്നതെങ്കിൽ, അങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതേപോലെ ഈസി ആയിട്ട് ആൻസർ കിട്ടും. സോ അത് നോക്കുക. ആദ്യം തന്നെ ഇന്റഗ്രൽ ആൻഡ് ഡെറിവേറ്റീവ് കുറേ ഇമ്പോർട്ടൻറ്റ് ഫോമുല തന്നിരിക്കുന്നത് ക്ലിയർ ആയി പഠിക്കുക. അപ്പോഴേ കുറേ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്താൽ ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്റഗ്രൽ u² മൈനസ് 1/u du. ഓക്കെ, അഗെയിൻ അനദർ വേരിയബിൾ u ആണ് തന്നിരിക്കുന്നത്. സോ അഗെയിൻ ഇവിടെ സ്പ്ലിറ്റ് ചെയ്യാം, ഡിനോമിനേറ്റർ സ്പ്ലിറ്റ് ചെയ്യാം. ഇപ്പോൾ u² ആൻഡ് മൈനസ് 1/u അല്ലേ. du അഗെയിൻ ഇന്റഗ്രലും ഡിയും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ u² എന്ന് പറയുമ്പോൾ u ക്യാൻസൽ ചെയ്താൽ u ആണ് കിട്ടുക. ഇന്റഗ്രൽ u du മൈനസ് ഇന്റഗ്രൽ 1/u d. അപ്പോൾ യുവിൻ്റെ ഡെറിവേറ്റീവ് u²/2 ആണ്. 1/u ഡിയുടെ ഫോം എന്താണ്? ഇന്റഗ്രൽ ഫോം ln u അല്ലേ, നാച്ചുറൽ ലോഗ് ഓഫ് u. സോ u²/2 മൈനസ് ln u പ്ലസ് c, ഇതാണ് ആൻസർ വരും. നെക്സ്റ്റ് വൺ ഇന്റഗ്രൽ t² മൈനസ് 1/4 പ്ലസ് 3t ഇൻറ്റു dt. അപ്പോൾ ഇതിൽ ഇന്റഗ്രൽ t² മൈനസ് 1 ഇൻറ്റു 4 പ്ലസ് 3t ഇൻറ്റു dt ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? ഇതേപോലെ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം, ഇലാബറേറ്റ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ആ ടേംസ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ 4 ഇൻറ്റു t² മൈനസ് 1, 4t² മൈനസ് 4 രണ്ട് ടേംസ് കിട്ടി. നെക്സ്റ്റ് പ്ലസ് 3t ഇൻറ്റു t², അപ്പോൾ എന്ത് വരും? 3t³ വന്നു. ദെൻ പ്ലസ് 3t ഇൻറ്റു മൈനസ് 1 മൈനസ് 3t വരും. ഇത്രയും 4 ടേംസ് കിട്ടും. ഇനി ഇത് ജസ്റ്റ് ഹയർ ആ ടേംസ്, നിങ്ങൾ ഇതിപ്പോൾ ഈ സ്റ്റെപ്പ് അങ്ങനെ തന്നെ എഴുതണമെന്നൊന്നുമില്ല. ഫസ്റ്റ് ആ ഹയസ്റ്റ് ഓർഡർ വന്നത് എഴുതി, അത്രയേ ഉള്ളൂ. 3t³ പ്ലസ് 4t² മൈനസ് 3t മൈനസ് 4 dt. ജസ്റ്റ് ഓർഡർ അറേഞ്ച് ചെയ്ത് എഴുതി. ഇതിലിപ്പോൾ ഓർഡർ സിഗ്നിഫിക്കൻ്റ് ഒന്നല്ല, എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക ഓരോ ടേംസും. അപ്പോൾ 3t³ dt ഇൻ്റഗ്രൽ എന്ത് വരും? 3 ഔട്ട്സൈഡ് ചെയ്താൽ ഓക്കെ, t³ t⁴/4. അപ്പോൾ 3/4 t⁴/4. നെക്സ്റ്റ് വൺ 4 ഇൻറ്റു t³/3 വരും. അപ്പോൾ 4/3t³. അടുത്തത് മൈനസ് 3 ഇൻറ്റു t²/2, അതായത് 3/2t². ദെൻ മൈനസ് 4t പ്ലസ് c. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ √z ഇൻറ്റു z² മൈനസ് 1/4z ഇൻറ്റു dz. അപ്പോൾ ഇവിടെ √z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z⁻½ ആണ് അല്ലെ, z⁻½ ഇൻറ്റു z² മൈനസ് 1/4z dz. ഇനി നമ്മൾ ജസ്റ്റ് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം, എന്നിട്ട് പവേഴ്സ് ഇതുപോലെ കമ്പൈൻ ചെയ്യാം അല്ലെ. ഇപ്പോൾ z⁻½ ഇൻറ്റു z², ബേസ് സെയിം ആണ്, മൾട്ടിപ്ലൈഡ് ആണെങ്കിൽ നമ്മൾ പവേഴ്സ് ആഡ് ചെയ്യാം. അപ്പോൾ z⁻² പ്ലസ് ഹാഫ്, 2 പ്ലസ് ഹാഫ് എന്ന് പറയുന്നത് 5/2 ആണ്. സോ z⁻5/2 കിട്ടി. നെക്സ്റ്റ് ടേമിൽ മൈനസ് 1/4 മാറ്റി എഴുതാം. ഓക്കെ, ഇനി താഴെ ഒരു z ഉണ്ട്, മുകളിൽ z⁻½ ഉണ്ട്. സോ z⁻½ അപ്പോൾ ഇതെന്ത് വരും? z⁻½ മൈനസ് 1, അത് മൈനസ് ഹാഫ് ആണ്. ഓക്കെ, z⁻½ മൈനസ് 1 എന്നത് z⁻−1.
അപ്പോൾ ഇങ്ങനെ രണ്ട് ടേംസ് കിട്ടിയല്ലോ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആ റൂട്ട് z എന്നുള്ളത് z⁻½ ആക്കിയിട്ട് ഓരോ ടേംസിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് പവേഴ്സ് ഒക്കെ ഇതുപോലെ കമ്പൈൻ ചെയ്ത് ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ z⁵² -1/4 z⁻⁻½ dz കിട്ടി. ഇനി ഇതേപോലെ സെപ്പറേറ്റ് ആയി ഇന്റഗ്രേറ്റ് ചെയ്യാം. z⁵²ന്റെ എന്താ വരിക? z⁵² + 1 അല്ലേ? z-ന്റെ പവർ ഡിവൈഡ് ബൈ 5/2 + 1 അത് 7/2 ആണ്. അതുകൊണ്ടാണ് z⁻⁷² എഴുതിയിട്ടുള്ളത്. ഈ ടേം കണ്ടില്ലേ? z⁻⁷² മൈനസ് 1/4 ഇൻറ്റു z⁻⁻½ അഗെയിൻ -½ + 1 ദാറ്റ് ഈസ് ഹാഫ് ആണ്. അപ്പോൾ z⁻½ വരും. ഇനി ഇതേപോലെ ഇതെല്ലാം റെസിപ്രോക്കൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഡിനോമിനേറ്ററിലുള്ള ടേംസ് ന്യൂമറേറ്ററിലേക്ക് റെസിപ്രോക്കൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ 7/2 2/7 ആവും. 2/7 z⁻⁷² മൈനസ് ഈ 1/2 ഓൾറെഡി -1/4 ഉണ്ട് ഇൻറ്റു 1/2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെസിപ്രോക്കൽ 2 ആണ്. സോ അത് ക്യാൻസൽ ചെയ്ത് -1/2. അപ്പോൾ -1/2 z⁻½ അങ്ങനെ തന്നെ എഴുതി പ്ലസ് c. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ 2 + 7 sin³ z / cos² z dz. ഓക്കെ, അപ്പോൾ ഇന്റഗ്രൽ ഓഫ് അഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യാം ഓരോ ടേംസും. 2/cos² z dz പ്ലസ് ഇന്റഗ്രൽ 7 sin³ z / cos² z dz. ഓക്കെ, ഈ 1/cos² എന്ന് പറയുന്നത് sec² ആണ്. അപ്പോൾ ഇന്റഗ്രൽ 2 sec² z dz ഫസ്റ്റ് ടേം കിട്ടി. നെക്സ്റ്റ് പ്ലസ് ഇന്റഗ്രൽ 7 ഇൻറ്റു ഈ sin³ നെ sin² ചെയ്തിട്ട് ഒരു സൈൻ മാറ്റി എഴുതി. മനസ്സിലായല്ലോ? sin³ എന്നുള്ളത് sin² ഇൻറ്റു sin z എന്നാക്കി. ഓക്കെ, sin² z / cos² z ഗ്രൂപ്പ് ചെയ്തു. ഇനി ഈ sin² z അപ്പോൾ തന്നെ tan² z എഴുതണ്ട, കാരണം ഇന്റഗ്രൽ ഓഫ് tan² z ഡയറക്റ്റ് ഫോമുല നമുക്കില്ല. സോ ഈ sin² z നെ 1 - cos² z എന്ന് എഴുതി. ക്ലിയർ ആയല്ലോ? ഡിവൈഡഡ് ബൈ cos² z അങ്ങനെ തന്നെ എഴുതി, ഇൻറ്റു sin z dz അങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഇവിടെ എഗെയിൻ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അത് ശ്രദ്ധിക്കണം. ഇതേപോലത്തെ പ്രോബ്ലംസും ചോദിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഈ ടൈപ്പ് ഇൻക്ലൂഡ് ചെയ്തത്. ഇപ്പോൾ 1 - ഈ sin² എന്താ എഴുതിയത്? 1 - കാരണം നമുക്കറിയാം sin² z + cos² z = 1. നമ്മൾ എക്സിലാണ് പഠിച്ചിട്ടുള്ള വേരിയബിൾ ചെയ്താലും കുഴപ്പമില്ല. sin² z + cos² z = 1. അപ്പോൾ cos² z എന്ന് പറയുന്നത് 1 - sin² z അല്ലെങ്കിൽ sin² z എന്ന് പറയുന്നത് 1 - cos² z അല്ലേ? അപ്പോൾ sin² z നെ 1 - cos² z ആയിട്ട് റീപ്ലേസ് ചെയ്തു. ബാക്കി ടേംസ് ഒക്കെ അങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, ബാക്കി ടേംസ് എല്ലാം അങ്ങനെ തന്നെ എഴുതാം. നെക്സ്റ്റ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പോവാണ്. cos z ന് u കൊടുക്കാൻ പോകണം. cos z = u. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇപ്പോൾ cos z ന്റെ എന്താ വരിക? -sin z dz = du. രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ -sin z dz = du ആണ് കിട്ടുക. ക്ലിയർ ആയല്ലോ? സോ sin z dz ഇവിടെ ഉണ്ട്, പക്ഷെ മൈനസ് ആണ്. അപ്പോൾ sin z dz എന്ന് പറഞ്ഞാൽ ഈ മൈനസ് ആർജസ്റ്റ് കൊണ്ടുപോകാം. അപ്പോൾ എന്താവും? -du വരും. ക്ലിയർ ആയല്ലോ? അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ +7 പകരം -7 എഴുതിയിട്ടുള്ളത്. ഇനി cos z ന് നമ്മൾ u കൊടുത്തു. സോ 1 - u² / u². sin z dz എന്ന് പറയുന്നത് -du ആണ്. മൈനസ് ഇവിടെ എഴുതി. ക്ലിയർ ആയല്ലോ? സബ്സ്റ്റിറ്റ്യൂഷൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് കോസിന് തന്നെ കൊടുത്തതെന്ന് മനസ്സിലാക്കുക. കുറച്ച് പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്താൽ ഇതുപോലെ മനസ്സിലാവും ഏതിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. ഇവിടെ sin z dz എന്നുള്ള ടേം ഉണ്ട്. സൈന് കോസിന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ cos z ന് u കൊടുക്കാം. ഓക്കെ, അപ്പോൾ 1 - u² / u². sin z dz എന്ന് പറയുന്നത് -du ആണ്. നേരത്തെ ചെയ്തില്ലേ? സോ -u സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ ഓൾറെഡി ഇന്റഗ്രൽ ഈ 2 ഔട്ട്സൈഡ് എഴുതി. 2 ഇന്റഗ്രൽ sec² z എന്ന് പറയുന്നത് tan z ആണ്. സോ 2 tan z ഓൾറെഡി കിട്ടി. ഇനി ഇതാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. u = cos z കൊടുക്കുക. അപ്പോൾ du = -sin z dz. ഫൈനലി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇന്റഗ്രൽ 2 + 7 sin³ z / cos² z dz എങ്ങനെ എഴുതാം? 2 tan z ഓൾറെഡി ഫസ്റ്റ് ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് അങ്ങനെ തന്നെ എല്ലാത്തിലും എടുത്തെഴുതാം. -7. ഇനി എന്ത് ചെയ്യണം? 1 - u² / u² എന്ത് ചെയ്യണം? ഇത് സ്പ്ലിറ്റ് ചെയ്യുക ഡിനോമിനേറ്റർ. അപ്പോൾ 1/u² du പിന്നെ
യു സ്ക്വയർ ബൈ യു സ്ക്വയർ എന്ത് വരും? 1 വരും. ഇൻ്റഗ്രൽ 1 du. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ഇതേപോലെ ഇൻ്റഗ്രൽ 1 ബൈ യു സ്ക്വയർ എന്താ? u raised to integral u raised to minus 2 du അല്ലേ? ദാറ്റ് ഈസ് u raised to minus 2 plus 1 by minus 2 plus 1. അതായത് minus 2 plus 1 minus 1 ആണ്. അപ്പോൾ u raised to minus 1 by minus 1. ദാറ്റ് ഈസ് മൈനസ് ഇതേപോലെ മൈനസ് u raised to minus 1 കിട്ടും. ഇനി ഇൻ്റഗ്രൽ du u ആണ്. അപ്പോൾ മൈനസ് u പ്ലസ് സി. 7 ഇവിടെ ഔട്ട് സൈഡ് ഉണ്ട്, മൈനസ് 7 ആണ്. ഇനി u എന്താണ് നമ്മൾ എടുത്തതെന്ന് മനസ്സിലാക്കുക. കോസ് z ആയിട്ടാണ് എടുത്തത്. അപ്പോൾ ഫൈനൽ സൊല്യൂഷനിൽ റീപ്ലേസ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മറക്കരുത് ഇൻ ടേംസ് ഓഫ് z. ഓക്കെ, പുതിയ വേരിയബിൾ എന്ന് പറയുന്നത് നമ്മൾ തൽക്കാലം ആ ഇൻ്റഗ്രേഷൻ പ്രോസസ് ഈസിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്തത്. അത് കഴിഞ്ഞാൽ ബാക്ക് ടു ദ ഓൾഡ് വേരിയബിൾ തന്നെ നിങ്ങൾ റീപ്ലേസ് ചെയ്യാൻ മറക്കരുത് ഫൈനൽ സൊല്യൂഷൻ. അല്ലാതെ യുവിൻ്റെ ടേംസിൽ എഴുതി വെക്കരുത്. ഇപ്പോൾ ഫൈനൽ സ്റ്റെപ്പിൽ ടു ടാൻ സെഡ്, ദെൻ ഇവിടെ രണ്ടും മൈനസ് ആണ്. അപ്പോൾ രണ്ടിനും മൈനസ് ഔട്ട് സൈഡ് എടുത്താൽ മൈനസ് 7, എഗെയിൻ ഒരു മൈനസ് 1 ഔട്ട് സൈഡ് എടുത്താൽ യു റേസ് ടു മൈനസ് 1 പ്ലസ് യു. ഈ മൈനസും പ്ലസ് ആവും. അപ്പോൾ പ്ലസ് 7. ഇനി യു റേസ് ടു മൈനസ് 1 പറയുന്നത് 1 ബൈ യു ആണ് അല്ലേ? പ്ലസ് യു വരും. അപ്പോൾ ബ്രാക്കറ്റിനുള്ളിൽ 1 ബൈ യു പ്ലസ് യു, അതായത് 1 ബൈ കോസ് സെഡ് പ്ലസ് കോസ് സെഡ്. ഈ 1 ബൈ കോസ് സെഡ് എന്താ? സീക്ക് സെഡ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ 7 ഇൻറ്റു സീക്ക് സെഡ് പ്ലസ് കോസ് സെഡ് വരും. ഇനി 7 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 7 സീക്ക് സെഡ് പ്ലസ് 7 കോസ് സെഡ്. ഓക്കെ, അപ്പോൾ ഫൈനൽ സൊല്യൂഷൻ കിട്ടിയല്ലോ. മൈനസ് നമ്മൾ ഔട്ട് സൈഡ് എടുക്കുക. ഈ മൈനസ് ഔട്ട് സൈഡ് എടുത്താൽ ആ മൈനസും ഈ മൈനസും പ്ലസ് ആവും. 1 ബൈ യു പ്ലസ് യു ബ്രാക്കറ്റിൽ വരും. 1 ബൈ യു 1 ബൈ കോസ് സെഡ് സീക്ക് സെഡ് ആണ്. യു കോസ് സെഡ് ആണ്. 7 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 7 സീക്ക് സെഡ് പ്ലസ് 7 കോസ് സെഡ്. 2 ടാൻ സെഡ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു, പ്ലസ് സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ 9 സൈൻ റേസ് ടു 5 ഓഫ് 3x മൈനസ് 2 കോസ് ക്യൂബ് 3x ഹോൾ ഇൻറ്റു കൊസീക് റേസ് ടു 4 3x dx. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഫസ്റ്റ് സൈൻ റേസ് ടു 5 ആണ്, ഇത് കൊസീക് റേസ് ടു 4 ആണ്. ഇപ്പോൾ കൊസീക് റേസ് ടു 4നെ 1 ബൈ സൈൻ റേസ് ടു 4 3x എന്നാക്കുക. അതാണ് ഫസ്റ്റ്. ഇനി നമുക്ക് ഡിനോമിനേറ്റർ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കുറേ ടേംസ് ക്യാൻസൽ ആയി പോകും അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ആദ്യം കൊസീക് എക്സിനെ 1 ബൈ സൈൻ എക്സ് ഫോം ആക്കുക. പവർ ശ്രദ്ധിക്കുക, റേസ് ടു 4 ആയതുകൊണ്ട് റേസ് ടു 4 തന്നെ എഴുതാം. എന്നിട്ട് ഡിനോമിനേറ്റർ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ 1 ബൈ സൈൻ റേസ് ടു 4 3x എഴുതി. ഇനി ഡിനോമിനേറ്റർ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ സൈൻ റേസ് ടു 4 3xും സൈൻ റേസ് ടു 5 3xും ക്യാൻസൽ ചെയ്താൽ ഒരു സൈൻ 3x ബാലൻസ് ഉണ്ടാവും. ഓക്കെ, ദെൻ അത് ഇൻറ്റു 9 എഴുതാം. 9 ഓൾറെഡി ന്യൂമറേറ്ററിലുള്ള ടേം ആണ്, കോൺസ്റ്റന്റ് ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ 9 ഇൻറ്റു സൈൻ 3x dx, അതാണ് ഫസ്റ്റ് ടേം. നെക്സ്റ്റ് ടേം മൈനസ് 2 ഉണ്ട്, 2 ഔട്ട് സൈഡ് എഴുതാം. കോസ് ക്യൂബ് 3xനെ സ്പ്ലിറ്റ് ചെയ്യുക. കോസ് സ്ക്വയർ 3x ഇൻറ്റു കോസ് 3x, ബാക്കി dx അങ്ങനെ എഴുതാം. ഓക്കെ, ഡിവൈഡഡ് ബൈ സൈൻ റേസ് ടു 4 3x എഴുതി. ഇനി ഈ കോസ് സ്ക്വയർ 3xനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ 1 മൈനസ് സൈൻ സ്ക്വയർ 3x ആക്കാം. കോസ് സ്ക്വയർ തീറ്റ എന്നുള്ളത് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ അല്ലേ? അപ്പോൾ ഇവിടെ 3x ആണ് ആംഗിൾ. ഇപ്പോൾ 1 മൈനസ് സൈൻ സ്ക്വയർ 3x എന്ന് എഴുതി. ക്ലിയർ ആയല്ലോ? ബാക്കി ടേംസ് അങ്ങനെ എഴുതി. ഇനി ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പോവാണ്. സൈൻ, അതായത് കോസ് 3x dx എന്ന് പറയുന്നത് സൈൻ 3x അതിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ട് കിട്ടും അല്ലേ? സോ യു ഈക്വൽ ടു സൈൻ 3x കൊടുക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഡി യു എന്താവും? ഇത് രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പോൾ ഡി യു ഇസ് ഈക്വൽ ടു സൈൻ 3xന്റെ കോസ് 3x ആണ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 3x വരില്ലേ, ദാറ്റ് ഇസ് 3. അപ്പോൾ 3 കോസ് 3x dx വരും. ക്ലിയർ ആയല്ലോ? ഈ ടേംസ് കൺഫ്യൂസ്ഡ് ആവരുത്. ഒന്നുകൂടി പറഞ്ഞുതരാം. യു ഇസ് ഈക്വൽ ടു സൈൻ 3x എടുക്കുക. എന്തുകൊണ്ടാണ് സൈൻ 3x എടുത്തതെന്നാണ് പറയുന്നത്. എന്താ കോസ് 3x ഇല്ല, അപ്പോൾ അതും എടുത്തൂടെ എന്നുള്ളൊരു ഡൗട്ട് തീർച്ചയായിട്ടും വരാം. അതിനാണ് പറഞ്ഞു തരുന്നത്. ഇവിടെ 1 മൈനസ് ഈ ഒരു ഫോം, ഈ ടേംസ് കൂടുതലുള്ളത് ശ്രദ്ധിക്കുക. ആ സൈനിന്റെ ഡെറിവേറ്റീവ് ആണ് ഇവിടെ കോസ് dx ഉള്ളത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ യു ഈക്വൽ ടു സൈൻ 3x എടുക്കുക. u equal to sin 3x എടുക്കുക. സോ ഡി യു ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു കോസ് 3x dx വരും. ഓക്കെ, ഈ 3 എവിടെ നിന്നാണ് വന്നത്? 3xന്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ക്ലിയർ ആയല്ലോ? അപ്പോൾ യു ഇസ് ഈക്വൽ ടു സൈൻ 3x എടുത്തു, ഡി യു ഈക്വൽ ടു
3 cos 3x dx കിട്ടി. ഓക്കെ, ഇനി ഇപ്പോൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ബാക്കിയെല്ലാം ഇൻ ടേംസ് ഓഫ് യു ആക്കാൻ പോവാണ് നമ്മൾ. സോ ഇവിടെ 2 അങ്ങനെ തന്നെ എഴുതാം. അഗെയിൻ ഇവിടെ cos 3x dx മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അല്ലേ. അപ്പോൾ ഈ 3നെ എന്ത് ചെയ്യണം, LHS കൊണ്ട്, അതായത് du/3 ആണ് cos 3x dx. ഓക്കെ, അപ്പോൾ ഈ cos 3x dx ന് പകരം എന്ത് എഴുതണം, 1/3 du എന്ന് എഴുതണം. ആ 1/3 ഔട്ട്സൈഡ് എഴുതി. ഓക്കെ, പിന്നെ ഒരു 2 ഓൾറെഡി ഉണ്ട്. അപ്പോൾ 2 × 1/3 എന്താവും, 2/3. ക്ലിയർ ആയല്ലോ. അങ്ങനെയാണ് 2/3 വരുന്നത്. ബാക്കി ടേംസ് സൈനിന് u ആണ്, അപ്പോൾ u² വരും. ഇവിടെ u⁴ വരും. അപ്പോൾ 1 - u²/u⁴ du. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ഇതുപോലെ sin 3x-ന്റെ ഇൻ്റഗ്രൽ എന്താ, -1/a cos ax ആണ് അല്ലേ. അതായത് -1/3 cos 3x, a3 ആണ്. സോ 9 × -cos 3x/3. അഗെയിൻ 3ഉം 9ഉം ക്യാൻസൽ ചെയ്ത് 3 വരും. അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടി നമുക്ക് ആഫ്റ്റർ ഇൻ്റഗ്രേഷൻ -3 cos 3x കിട്ടി. അതങ്ങനെ തന്നെ എടുത്തെഴുതുക എല്ലാത്തിലും. ഇനി നെക്സ്റ്റ് ടേംസ് നോക്കാം. 1 - u²/u⁴ എന്ത് ചെയ്യണം, ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ ഡിനോമിനേറ്റർ സ്പ്ലിറ്റ് ചെയ്യാം. സോ ആദ്യം 1/u⁴ മൈനസ് u²/u⁴. അപ്പോൾ 1/u⁴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്ററിലേക്ക് എഴുതിയ u⁻⁻4. u² u⁻⁴ ക്യാൻസൽ ചെയ്ത് u². ദാറ്റ് ഈസ് അഗെയിൻ u⁻⁻2 കിട്ടും അല്ലേ. അങ്ങനെയാണ് u⁻⁻4 - u⁻⁻2. ഇനി സെപ്പറേറ്റ് ഇതേപോലെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ u⁻n+1/n+1 ഫോം തന്നെ. നമുക്ക് -4 + 1 എന്താണ്, -3 ആണ്. സോ ഡിനോമിനേറ്ററിലും ആ ടേം വരില്ലേ, ആ മൈനസ് മുകളിലേക്ക് എടുത്ത് എഴുതി, അത്രേ ഉള്ളൂ. അപ്പോൾ u⁻⁻4 + 1/-4 + 1, that is u⁻3/-3, അതായത് -1/3 × u⁻3. ക്ലിയർ ആയല്ലോ. അതാണ് ഈ സ്റ്റെപ്പിൽ ആ ടേം എഴുതിയിട്ടുള്ളത്. ഓക്കെ, -1/3 u⁻3. നെക്സ്റ്റ് ടേം ഓൾറെഡി മൈനസ് ഉണ്ട്. ഇനി u⁻2ൻ്റെ എന്ത് വരും, u⁻2 + 1/-2 + 1, അതായത് u⁻1/-1. സോ ഇവിടെ ഒരു -1 ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ അതും ഈ മൈനസും പ്ലസ് ആവും. അപ്പോൾ പ്ലസ് u⁻1. ക്ലിയർ ആയല്ലോ. ഇത്രയും ടേംസ് കിട്ടിയല്ലോ. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിൽ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. u നമ്മൾ എന്താണ് എടുത്തത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ u⁻3 u നമ്മൾ sin 3x ആണ് എടുത്തത്. അപ്പോൾ u⁻3 പറഞ്ഞാൽ 1/u⁻3ഉം നെക്സ്റ്റ് ടേം എന്താ, u⁻1 1/u ആണ്. അതായത് u എന്ന് പറയുന്നത് sin 3x ആണ്. അപ്പോൾ 1/sin³ 3x വരും അല്ലേ. അതായത് cosec³ 3x ആണ് വരും. ക്ലിയർ ആയല്ലോ. അത് ജസ്റ്റ് റെസിപ്രോക്കൽ അല്ലേ. അപ്പോൾ cosec³ 3x. ലാസ്റ്റ് ടേം എന്താ വരിക, അതേപോലെ u⁻1 പറഞ്ഞാൽ 1/u, ദാറ്റ് ഇസ് 1/sin 3x, അതായത് cosec 3x വരും. ഇനി അഗെയിൻ ഇവിടെ ഒരു -2/3 ഉണ്ട്, അത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. അപ്പോൾ നമുക്ക് എല്ലാം കോഎഫിഷ്യൻസും കറക്റ്റായി കിട്ടും. ക്ലിയർ. ഈ ടേംസ് മനസ്സിലായല്ലോ. u⁻3 പറയുന്നത് 1/u⁻3, അതായത് 1/sin 3x ആണ്. cosec 3 u⁻1 പറഞ്ഞാൽ 1/u, 1/sin 3x, ദാറ്റ് ഇസ് cosec 3x. ഈ ടേംസ് കിട്ടിയല്ലോ. ഇനി കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് ഇതേപോലെ മൾട്ടിപ്ലൈ ചെയ്ത് ഫൈനലൈസ് ചെയ്ത് എഴുതാം. -2/3 × -1/3 എന്താ, +2/9 വരും അല്ലേ. +2/9. ദെൻ -2/3 × പ്ലസ് കോഎഫിഷ്യൻ 1 ആണ്, അപ്പോൾ -2/3. ബാക്കി ഈ ടേംസ് അങ്ങനെ കിട്ടിയത്. ഓക്കെ, പ്ലസ് സി. ഇതാണ് ഫൈനൽ ആൻസർ. ഓൾറെഡി ഫസ്റ്റ് ടേമിൻ്റെ -3 cos 3x നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ.